ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് കണ്ട കാര്യങ്ങളെല്ലാം പാച്ചപ്പനോട് വന്ന് വിവേക് പറയുമ്പം പാച്ചപ്പൻ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ, അവളും രാഹുലും ഞങ്ങൾ സ്നേഹത്തിലാണ്. ഇത് കൊച്ചിയിലെ ഒരു സാധാരണ കാര്യമാണ്. നീ അതുകൊണ്ടൊരു കാര്യം ചെയ്യും, അവളുടെ 3 കൂട്ടുകാരികളെ സ്നേഹിച്ച് അവളോട് പ്രതികാരം ചെയ്യാനൊക്കെ പറയുമ്പം വിവേക് പറയുന്നുണ്ട്, നീ എരുതിയിൽ എണ്ണ ഒഴിക്കാതൊന്നും മിണ്ടാതിരിക്കാമോ എന്ന് പറയുന്നുണ്ട്. ഞാൻ അവളോട് പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും. ഇമോഷണലി ഞാൻ പ്രതികാരം ചെയ്യും. എൻ്റെ സ്നേഹം കിട്ടാത്തതിനെ ഓർത്ത് അവൾ വിഷമിക്കുന്ന അവസ്ഥ ഞാൻ ഉണ്ടാക്കുമെന്ന് പറയുമ്പം പാച്ചപ്പൻ പറയുന്നുണ്ട്, എന്നാൽ ഏറ്റവും നല്ല പ്രതികാരം ഞാൻ പറഞ്ഞുതരാം. നീ നന്നായി മദ്യപിക്കുക, എന്നിട്ട് ലിവർ സിറോസിസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കിയിട്ട് അവളുടെ മുന്നിൽ തന്നെ പോയി കട്ട ചോര ഛർദ്ദിക്കുക. അപ്പം നല്ല പ്രതികാരമാകുമെന്ന് പാച്ചപ്പൻ തമാശയ്ക്ക് പറയുന്നുണ്ട്. വിവേക് പാച്ചപ്പനോട് തർക്കിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് അവരുടെ കടയുടെ മുന്നിലാണെങ്കിൽ രാഹുൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് രാഹുൽ പറയുന്നുണ്ട്, ഇവിടെ കാണുമോ ഇല്ലയോ എന്നൊരു സംശയത്തിലാണ് ഞാൻ വന്നത്. എന്തായാലും എൻ്റെ സംശയം തെറ്റിയില്ല. ഏതോ ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ രണ്ടുപേരും ശത്രുക്കളായി മാറി. അതിന് തന്നോട് മാപ്പ് ചോദിക്കാനും കൂടിയാണ് ഞാൻ വന്നതെന്ന് രാഹുൽ പറയുമ്പോൾ വിവേക് പറയുന്നുണ്ട്, തൻ്റെ അച്ഛനും ഹരിതയും ചെയ്തു കൂട്ടുന്ന തെറ്റുകൾക്ക് തന്നോട് എനിക്ക് എന്തിനാ വിരോധം. എന്നിട്ട് രാഹുൽ പറയുന്നുണ്ട്, ഞാൻ സ്നേഹിക്കുന്ന ആൾ വർഷയല്ല, വർഷയും ഞാനും വെറും ഒരു ഫ്രണ്ട്സ് മാത്രമാണ്. അന്നേരം പാച്ചപ്പൻ ചോദിക്കുന്നുണ്ട്, ഫ്രണ്ട്സ് മാത്രമായിട്ടാണോ അരമണിക്കൂർ നിങ്ങളൊരു വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ കണ്ടല്ലോ എന്ന് പറയുമ്പം രാഹുൽ ചോദിക്കുന്നുണ്ട്, അതും കണ്ടുപിടിച്ചോ. ആ വീട്ടിൽ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു, അവരൊരുമിച്ചാണ് അരമണിക്കൂർ ഇരുന്നത് എന്ന് പറഞ്ഞിട്ട് രാഹുൽ പറയുന്നുണ്ട്. എന്താ വർഷയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം എന്ന് നോക്കിയപ്പോൾ വിവേക് പറയുന്നുണ്ട്, താൻ ഉദ്ദേശിക്കുന്ന കണക്കല്ല, ഞങ്ങൾ വലിയ ശത്രുതയിലാണുള്ളത്. അന്നേരം രാഹുൽ ചോദിക്കുന്നുണ്ട്, ശത്രുക്കളായിട്ടാണോ എല്ലാ അപകടങ്ങളിലും വർഷയെ വന്ന് താങ്കൾ രക്ഷിക്കുന്നത്? ഇന്നൊരു കാർ അപകടം ഉണ്ടായപ്പോഴും രക്ഷിച്ചു, അതുപോലെ തന്നെ മുമ്പ് ഒരു അപകടം വന്നപ്പോഴും താങ്കളാണ് രക്ഷിച്ചതെന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ശത്രുതയൊക്കെ മാറി ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ എന്ന് പറഞ്ഞ് രാഹുലും വിവേകും കൂടെ കൈ കൊടുത്ത് പിരിയുന്നുണ്ട്. ആ സമയത്തും രാഹുൽ പറയുന്നുണ്ട്, ലക്ഷ്മി എന്ന സ്ത്രീയെ നിങ്ങൾക്കെല്ലാവർക്കും അറിയത്തില്ലേ, അവരിലൂടെ എനിക്ക് പിറക്കാതെ പോയ സഹോദരിയായിട്ടാണ് ഞാൻ അവളെ കണക്കാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് വരട്ടെന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വർഷയും അഞ്ജും അഭിരാമിയും കൂടി ഇതുവരെ വിവേക് വരാത്തത് കൊണ്ട് ഇനി ചിലപ്പം താമസിച്ചേ വരൂ. വർഷ പറയുന്നുണ്ട്, അയാൾ കള്ളു കുടിക്കാൻ പോയതായിരിക്കും അയാളുടെ കൂട്ടുകാരൻ്റെ കൂടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അഞ്ജു പറയുന്നുണ്ട്, എന്നാൽ ഈ സമയത്ത് തന്നെ നമുക്ക് രാജ്കുമാർ സാറിനെ പോയെന്ന് കണ്ടാലോ, ഇതാണ് പറ്റിയ സമയം. അന്നേരം അഭിരാമി പറയുന്നുണ്ട്, ചിലപ്പോൾ ഇനി വിവേക് അവിടെ ഉണ്ടെങ്കിലോ, എന്നാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വിവേക് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. വിവേക് വിചാരിക്കുന്നുണ്ട്, അവിടെ താമസിക്കുന്ന 4ാമത്തെ പെൺകുട്ടി വർഷയാണെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞ കാര്യം അവളെ അറിയിക്കുക തന്നെ വേണം. അത് അവളുടെ കൂട്ടുകാരില്ലാത്ത സമയത്ത് തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് അഭിരാമിയും അഞ്ജും അങ്ങോട്ട് പോയ സമയത്ത് ആ വീട്ടിൽ വിവേകും കയറി പറ്റുന്നുണ്ട്. ആ സമയത്ത് മുന്നേ തന്നെ മല്ലിക ആൻറ്റി അവിടെ വീട് വൃത്തിയാക്കാൻ കയറിയത് കൊണ്ട് തന്നെ വർഷയോട് തനിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മല്ലിക ആൻറ്റി പോയിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞ് നോക്കിയിരിക്കുമ്പോഴാണ് വിവേക് കയറി പറ്റിയ റൂം വൃത്തിയാക്കാൻ മല്ലിക ആൻറ്റി വരുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ വിവേക് കട്ടിലിൻ്റെ കീഴിലോട്ട് ഒളിക്കുന്നുണ്ട്. എന്നാൽ ആ റൂം മൊത്തം ക്ലീൻ ആയതുകൊണ്ട് തന്നെ മല്ലിക ആൻറ്റി ആ റൂം ക്ലീൻ ആക്കാതെ പോകുന്നുണ്ട്. അന്നേരം അഞ്ജു അഭിരാമിയും വന്ന് പറയുന്നുണ്ട്, അപ്പുറത്ത് വിവേകില്ല, രാജ്കുമാർ സാറിനെ ഇപ്പം തന്നെ പോയി കാണാമെന്ന് പറയുന്നുണ്ട്. അന്നേരം വർഷ പറയുന്നുണ്ട്, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞു. വർഷ ഡ്രസ്സ് മാറിയിട്ട് പോകാൻ ഒരുങ്ങുന്ന സമയത്താണെങ്കിൽ ശർമ്മിള വിളിക്കുന്നുണ്ട്. അന്നേരം ശർമ്മിള ചോദിക്കുന്നുണ്ട്, ഈ ഡോക്യുമെൻ്റ് എല്ലാം ശിവനന്ദയ്ക്ക് കൊടുത്തു എന്ന് ചോദിക്കുമ്പം വർഷ പറയുന്നുണ്ട്, അതിന് ഞാൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, അപ്പുറത്ത് രാജ്കുമാറായിട്ട് വന്നിരിക്കുന്ന ആൾ ആരാന്ന് കണ്ടിട്ട് പോലുമില്ല, പിന്നെ ഈ ഡോക്യുമെൻ്റ് അയാൾ തന്നെന്ന് എങ്ങനെ പറയുമെന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ പോയി രാജ്കുമാർ സാർ ആരാന്ന് കണ്ടുപിടിച്ചിട്ട് വരാം, എന്നിട്ട് കൊടുക്കാമെന്ന് പറയുന്നു. അന്നേരം ശർമ്മിള പറയുന്നുണ്ട്, സമയം പോലെ കൊടുത്താൽ മതിയെന്ന്. ആ തെളിവുകളെല്ലാം മുറിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വർഷ പോകുമ്പം വാതിൽ പൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അതിൽ നിന്നൊരു കാര്യം വിവേകിന് മനസ്സിലായി, രാജ്കുമാർ എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമാണ്, അപ്പുറത്ത് വന്നിരിക്കുന്നത് രാജ്കുമാർ ഒന്നും അല്ല. ഈ തെളിവുകളെല്ലാം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരി തന്നെയാണ്, അദ്ദേഹത്തിനെ വീഴ്ത്താൻ വേണ്ടി. അതെന്തിനു വേണ്ടിയാണെന്ന് വിവേക് ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല ആ തെളിവുകളെല്ലാം വിവേക് മറിച്ച് നോക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് രാജ്കുമാർ സാറിനെ കാണാൻ അപ്പുറത്ത് ചെല്ലുന്ന വർഷയെ കാണുമ്പം വസുന്ധര ആൻറ്റി കരയുവാണ്. ഏത് സമയവും ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗത്തിന് അടിമയായ വർഷയെ കാണുമ്പോൾ ആ ഫീലിംഗാണ് വസുന്ധര ആൻറ്റി കാണിക്കുന്നത്. അന്നേരം ധനപാലം പറയുകയും ചെയ്യുന്നുണ്ട്, കരയാതിരി, അത് വർഷ കണ്ടാൽ എന്ത് വിചാരിക്കും എന്ന് പറയുമ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, എന്തിനാ ആൻറ്റി കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഉള്ളി അരിഞ്ഞതിൻ്റെ കണ്ണുനീരാന്ന് ധനപാലം പറയുന്നുണ്ട്. പിന്നീട് വർഷ പോയി രാജ്കുമാർ സാറിനെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് രാജ്കുമാർ സാറിൻ്റെ കൂടെ പറയുന്നുണ്ട്, രാജ്കുമാറാന്നും പറഞ്ഞ് കള്ളപ്പേരും ഉണ്ടാക്കി ഇവിടെ വന്ന് കയറിയത് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് വർഷ ചൂടാവുന്നുണ്ട്. അന്നേരം ചന്ദ്രനാണെങ്കിൽ തിരിഞ്ഞു നിന്ന് ചിരിക്കുകയാണ്. ചന്ദ്രനെ പെട്ടെന്ന് തിരിച്ച് നോക്കുമ്പോഴാണെങ്കിൽ ചന്ദ്രനെ കാണുമ്പോൾ പെട്ടെന്ന് വർഷ ഞെട്ടുന്നുണ്ട്.
പെട്ടെന്ന് ചന്ദ്രൻ ഒരാളെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, വർഷയുടെ രണ്ടാനച്ഛനായ രാഘവനാണ്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. അയാളെ കാണുമ്പം വർഷ വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് വർഷയെ രക്ഷപ്പെടുത്താൻ സഹായിച്ച ഒരമ്മയെ അവർ തടങ്കലിൽ വെച്ചേക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ചന്ദ്രനാണ്, രാജ്കുമാർ അല്ലെന്ന് ഇവിടെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് വർഷയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല വിവേകും രാഹുലും വർഷയെ കല്യാണം കഴിക്കാൻ വേണ്ടി നടക്കുന്ന കാര്യവും രാഘവൻ പറയുന്നുണ്ട്. നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഈ ചന്ദ്രൻ തന്നെ ആയിരിക്കുമെന്ന് രാഘവൻ വീണ്ടും തറപ്പിച്ച് പറയുന്നുണ്ട്. ഇനി എങ്ങനെയായി തീരുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.